ഏറ്റവും നന്നായി വിലയിരുത്താൻ കഴിയുന്ന രണ്ടുപേരാണ് നേരത്തെ പറഞ്ഞ സോമശേഖരൻ സാറും അനിലുമൊക്കെ. അപ്പോൾ അവരത് വളരെ കൃത്യമായി നമ്മുടെ സർവേയുടെ മെത്തഡോളജിയെക്കുറിച്ച് വിശദീകരിച്ചു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ സ്വാഭാവികമായി പോകുന്ന വഴിക്കെല്ലാം ഈ സർവേ ഒക്കെ എങ്ങനെ വരുന്നതാണ്, ഇതിങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് അങ്ങ് ആളുകൾക്ക്, അല്ലെങ്കിൽ ആ ചാനലുകളുടെ നിലപാടിനനുസരിച്ച് ആളുകൾക്ക് സീറ്റുകളൊക്കെ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണോ ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ധാരാളം പേര് ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. ഒന്ന്, സർവേയുടെ ഒരു പൂരക്കളി എന്ന മട്ടിലാണ് സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയായിരിക്കും നമ്മളെന്തായാലും വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ ചെയ്യുന്നു. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഇതെങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുള്ളവർക്കും ഈ സർവേയുടെ ഈ മെത്തഡോളജി വിശദീകരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സനീഷ, അതിനകത്ത് എനിക്ക് ഏറ്റവും പറഞ്ഞു പോകാനുള്ള ഒരൊറ്റ കാര്യം, ഈ സ്ഥാനാർത്ഥിയുടെ പ്രകടനം, ഇതുവരെ പറഞ്ഞു പോയ വിവരങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ പ്രകടനം 37.7% പേർ പറഞ്ഞു, രാഷ്ട്രീയ നിലപാട് 22.3%, സർക്കാരിൻ്റെ പ്രകടനം 29.3%. അതായത് രാഷ്ട്രീയ നിലപാടിനപ്പുറത്ത് സ്ഥാനാർത്ഥിയുടെ പ്രകടനവും സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനവുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി വന്നിരിക്കുന്നത് എന്നത് നമ്മൾ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മണ്ഡലങ്ങളിലും ഈ ജനപ്രതിനിധികൾ പണ്ടത്തേതുപോലെയല്ല, ജനപ്രതിനിധികൾ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ പരമാവധി പരിശ്രമിക്കുന്നു. അവിടെ ഉണ്ട്, അവർക്കൊപ്പമുണ്ട് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു. പുതിയ പദ്ധതികൾ ഇല്ലെങ്കിൽ ആ പദ്ധതികൾ എങ്ങനെ പുതിയ ആലോചനകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ അന്വേഷണങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെ പലതരത്തിലും ജനപ്രതിനിധികൾ അവരുടെ പ്രസൻസ് കൂടുതൽ അറിയിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥിയുടെ പ്രകടനം എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമായി വന്നിരിക്കുന്നത്. മറ്റൊന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനവും. ഏതാണ്ട് ബാക്കി ഫലങ്ങൾ കൂടി നോക്കുമ്പോൾ കൂടുതൽ വ്യക്തമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും.